ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമുക്ക് മഴതോരും മുംബൈയിലെ അലീനയുടെയും മനുഷ്യങ്ങൻ്റെയും നാളത്തെ നല്ലൊരു കഥ കേൾക്കാം. അങ്ങനെ അലീന ബാലചന്ദ്രൻ്റെ മകളല്ലെന്ന സത്യം രോഹിത് ബബിതയോട് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന ബബിത പറയും, രോഹിതൻ എന്തായി പറയുന്നത്? അലീന ചേച്ചി നമ്മുടെ അച്ഛൻ്റെ മകളല്ലെന്നോ? അങ്ങനെയല്ലല്ലോ അച്ഛൻ നമ്മളോട് പറഞ്ഞത്. അച്ഛന് വിവാഹത്തിന് മുമ്പ് ഒരു റിലേഷനും ഉണ്ടായ മകളാണെന്നാണല്ലോ, നമ്മളുടെ മൂത്ത ചേച്ചിയാണെന്നും അച്ഛൻ തന്നെ ഇല്ലേ നമ്മളെ കൊണ്ട് അലീന ചേച്ചിന്ന് വിളിപ്പിക്കാൻ പഠിപ്പിച്ചത്. പിന്നെന്താ ഇപ്പം ഇങ്ങനെ പറയുന്നത്? രോഹിൻ്റെ അടുത്ത് ആര് പറഞ്ഞു അലീന ചേച്ചി നമ്മുടെ അച്ഛൻ്റെ മകളല്ലെന്ന്? അത് അലീന ചേച്ചിയും കൂട്ടി ഞാൻ മുമ്പ് പ്രിൻസിപ്പൽ അച്ഛനെ കാണാൻ പോയപ്പം അവിടെ വെച്ച് അലീന ചേച്ചി പറഞ്ഞിരുന്നു, ഞാൻ ബാലചന്ദ്രൻ മേനോൻ്റെ മകളല്ലെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ സ്വന്തം അച്ഛനെയും അമ്മയും അലീന ചേച്ചിക്ക് അറിയാമെന്നും പറഞ്ഞെന്ന്. ഇല്ല, ഞാനിത് വിശ്വസിക്കത്തില്ല. എനിക്കെന്തായാലും അച്ഛൻ്റെ വായിൽ നിന്ന് ഈ സത്യം അറിയണമെന്ന് പറയും. അങ്ങനെ ബബിത നേരെ ബാലചന്ദ്രൻ്റെ റൂമിലോട്ട് കയറി ചെല്ലുന്നുണ്ട്. ചോദിക്കും, അച്ഛ ഞാനൊരു സത്യം അറിഞ്ഞു, അത് സത്യമാണെന്ന് അച്ഛൻ പറയണമെന്ന് പറയും. എന്താ നീ അറിഞ്ഞത്? അത് അലീന ചേച്ചി അച്ഛൻ്റെ മകളല്ലേ എന്ന് ചോദിക്കും. എന്ന് നിന്നോട് ആരാ പറഞ്ഞ? അലീന ചേച്ചി തന്നെ പറഞ്ഞാന്ന് പറയും. ഓ, അവളങ്ങനെ പറഞ്ഞു എൻ്റെ മകളല്ലെന്ന് പറഞ്ഞു. പിന്നെ അലീന ചേച്ചി ആരാന്ന് പറയും. അവൾ ജന്മം കൊണ്ട് എൻ്റെ മകളല്ല, പക്ഷെ കർമ്മം കൊണ്ട് അവൾ എൻ്റെ മകൾ തന്നെയാണ്. ഇനി എനിക്കൊന്നും പറയാനില്ലെന്ന് പറയും ബാലേന്ദ്രൻ. അപ്പോഴത്തേക്ക് ബബിതയ്ക്ക് നല്ല വിഷമോ. ബബിത പെട്ടെന്ന് ഡോറ് തുറന്നിട്ട് ഇറങ്ങി ചെല്ലുന്നത് അലീനയുടെ മുമ്പിലാണ്. അപ്പം ചോദിക്കും, അച്ഛനും അലീന ചേച്ചി ഞങ്ങളെ ഇത്രയും നാളെ പറ്റിക്കായിരുന്നല്ലേ? ചേച്ചി ഞങ്ങളുടെ സ്വന്തമാണെന്ന് കരുതി ഞങ്ങൾ എല്ലാവരോടും പറഞ്ഞതാണ്. ഇപ്പോൾ ചേച്ചി ഞങ്ങൾക്ക് സ്വന്തം അല്ലല്ലോ എന്ന് പറയും. ഞാൻ നിങ്ങളുടെ സ്വന്തം സഹോദരി തന്നെ, പക്ഷേ അച്ഛൻ്റെ മകളല്ല എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഞാൻ നിങ്ങളുടെ സഹോദരി. ഇത് തന്നെയാണ് രോഹിയേട്ടനും എന്നോട് പറഞ്ഞത്. രോഹിയേട്ടനും അലീന ചേച്ചിയും തമ്മിൽ രക്തബന്ധമുണ്ടെന്ന്. അച്ഛൻ്റെ മകളല്ല അലീന ചേച്ചിയെങ്കിൽ പിന്നെ ഞങ്ങൾ തമ്മിൽ എങ്ങനെ ഒരു ബ്ലഡ് റിലേഷൻ ഉണ്ടാകുന്നതെന്ന് ചോദിക്കും. അത് ഞാൻ പറയാം, പക്ഷേ അതിപ്പോൾ എനിക്ക് പറയാൻ സാധിക്കില്ല. ഞാൻ രോഹിത്തിനോടും പറഞ്ഞ അതേ കാര്യമാണ്. നിങ്ങളോട് ഞാൻ പറയാം, ഞാനും നിങ്ങളും തമ്മിലുള്ള ബ്ലഡ് റിലേഷൻ എങ്ങനെയാണെന്നുള്ളത്. പക്ഷേ ഞാൻ നിങ്ങളുടെ സ്വന്തം സഹോദരി തന്നെയാണ്, മൂത്ത ചേച്ചി തന്നെ ആയിരിക്കും. നിങ്ങളെന്നും എനിക്ക് സഹോദരങ്ങളായിരിക്കുമെന്ന് പറയും. അപ്പോഴും ബബിതയ്ക്ക് ഒന്നും മനസ്സിലാവത്തില്ല. രണ്ടുപേരടുത്തും പറയുന്നുണ്ട് ബാലചന്ദ്രൻ മേനോൻ്റെ മകളല്ല, പക്ഷേ നമ്മൾ സഹോദരന്മാരാണ്, രക്തബന്ധം ഉണ്ടെന്നും പറയുന്നുണ്ട്. വ്യക്തത ആർക്കും വരുന്നില്ല താനും. അപ്പോഴത്തേക്ക് എല്ലാവർക്കും നല്ല വിഷമമാവും. അലീന പോകുന്നതെന്നും കൂടി കേൾക്കുമ്പോഴത്തേക്ക് എല്ലാവരും നല്ല സങ്കടത്തിലാണ്. എങ്ങനെ അലീനെ അവിടെ പിടിച്ചു നിർത്തണമെന്നാണ്. പക്ഷേ അലീനയ്ക്ക് പോകാതിരിക്കാൻ കഴിയില്ല. അലീന അവിടെ നിന്ന് കഴിഞ്ഞാൽ വൈജയന്തി ആ വീട്ടിലോട്ട് വരത്തില്ലെന്ന് തീരുമാനം ഉറപ്പിച്ച് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ബാലചന്ദ്രൻ്റെ മേനോൻ്റെ റൂമിലോട്ട് അലീന വരികയാണ്. ആ സമയത്ത് അലീനയ്ക്ക് നല്ല വിഷമമുണ്ട്. എന്നിട്ട് ചോദിക്കും, എന്താ നീ പോകുന്ന കാര്യം എല്ലാം തീരുമാനിച്ചു വന്നിരിക്കുകയാണോ? അച്ഛാ എനിക്ക് പോകണം. ഞാനെന്ത് പറയാനാ? നിന്നോട് പോകരുതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ നീ കേൾക്കത്തില്ലല്ലോ. ഞാൻ നിൻ്റെ സ്വന്തം അച്ഛനല്ലല്ലോ എന്ന് പറയും. അച്ഛാ അങ്ങനെ പറയില്ലെന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ മേനോൻ്റെ കയ്യിലിങ്ങ് പിടിക്കുകയാണ്. അച്ഛൻ എൻ്റെ സ്വന്തം അച്ഛനല്ലെന്നോ? അങ്ങനെ ഞാൻ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കും. എനിക്ക് ആദ്യമായിട്ട് അച്ഛനെന്ന് വിളിക്കാനൊരു അവസരം തന്നത് അച്ഛനാണ്. എനിക്ക് എൻ്റെ സ്വന്തം അച്ഛനെയും അമ്മയും അറിയാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ സ്വന്തം അച്ഛനെ ഞാൻ കണ്ടുമുട്ടിയാലും ഈ അച്ഛനെ എനിക്ക് മറക്കാൻ കഴിയില്ല. ഞാൻ ആദ്യമായിട്ട് അച്ഛനായിട്ട് കണ്ടതും വിളിച്ചതും എല്ലാം ഈ അച്ഛനെയാണ്. പക്ഷേ ഞാനിവിടുന്ന് പൂർണ്ണ മനസ്സോടുകൂടി അല്ല അച്ഛൻ ഇവിടുന്ന് പോകുന്നത്. പക്ഷെ ഞാൻ പോകണം. ഞാനിവിടുന്ന് പോയെങ്കിൽ മാത്രമേ ബബിതയ്ക്കും കൃഷ്ണമ്മക്കും രോഹിത്തിനും അവരുടെ അമ്മയെ തിരിച്ചു കിട്ടത്തുള്ളൂ. മോളെ, നീ ഈ വീട്ടിൽ നിന്ന് പോയിക്കഴിഞ്ഞാൽ പിന്നെ ഇതൊരു വീടല്ല, ഇതൊരു കുടുംബമല്ലെന്ന് പറയും. ഞാനിവിടുന്ന് പോയിക്കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും മാറും വെച്ചാൽ മേഡം ഇങ്ങോട്ട് തിരിച്ചു വരും. പഴയതുപോലെ സന്തോഷത്തോടെ നിങ്ങൾക്ക് ജീവിക്കാം. ഞാനിവിടെ ഉണ്ടെങ്കിൽ ഒരു സ്വസ്ഥത ഉണ്ടാവത്തില്ലെന്ന് പറയും. ഞാനിങ്ങോട്ട് വന്നത് തന്നെ തെറ്റായിപ്പോയെന്ന് പറയും. എന്നാരും നിന്നോട് പറഞ്ഞു? ഞാൻ മുമ്പ് നിന്ന സ്നേഹസത്തിൽ ബ്രിജിത്ത മമ്മി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ ചെന്ന് കയറാൻ പോകുന്ന വീട് നിൻ്റെ സ്വന്തം വീടാണ്, നിൻ്റെ അമ്മയും സഹോദരങ്ങളുമാണ് ആ വീട്ടിലുള്ളതെന്ന്. പക്ഷേ ആ സമയത്തും എനിക്കൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നു, ആരും ഞാൻ വൈജയന്തി മേഡത്തിൻ്റെ മകളാണെന്ന് അറിയില്ലേ എന്ന്. പക്ഷേ അന്നും ബ്രിജിത്ത മമ്മി അങ്ങനെ തന്നെ പറഞ്ഞത്, ആരും അറിയരുത് നീ വൈജയന്തിയുടെ മകളാണെന്നുള്ളത്. പക്ഷേ അത് ആരും അറിയരുതെന്ന് ആദ്യം ആഗ്രഹിച്ചോ ആൾ തന്നെയാണ് ആദ്യം അറിഞ്ഞതെന്ന് ബാലചന്ദ്രൻ്റെ മുഖത്ത് നോക്കി പറയും. പക്ഷേ അത് അറിഞ്ഞതുകൊണ്ട് എനിക്ക് ഒരു അച്ഛനെ കിട്ടി. പക്ഷേ ഞാൻ കാരണം അമ്മ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. അതെനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റത്തില്ല അച്ഛാ. അത് കേൾക്കുമ്പോൾ ബാലചന്ദ്രൻ പറയും, മോളെ നീ പോയത് കൊണ്ട് ഈ വീട്ടിലൊരു പ്രശ്നവും മാറത്തില്ല. നീ പോയാൽ ഒരു പക്ഷേ വൈജയന്തി തിരിച്ചു വരും. പക്ഷേ പിന്നെയും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമെന്ന് പറയും. പക്ഷേ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം അലീന, നീ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ നീ ആരാണെന്നുള്ള സത്യം വൈജയന്തി അറിയുമെന്ന് പറയും. അച്ഛാ പ്ലീസ്, ഒരിക്കലും അമ്മ അത് അറിയരുത്. അമ്മയ്ക്ക് സഹിക്കാൻ പറ്റത്തില്ല. അതെ, അവൾ അറിയട്ടെ. ഇത്രയും കാലം വേദനിപ്പിച്ചും ശാസിച്ചും കുറ്റം പറഞ്ഞ് നടന്നത് സ്വന്തം മകളെയാണെന്ന് അവൾ അറിയട്ടെ. സത്യം അവൾ അറിയട്ടെ. എങ്കിലും അവൾ അഹങ്കാരത്തിൻ്റെ കൊടുമുടിയിൽ നിന്ന് അവൾ താഴോട്ടിറങ്ങി വരട്ടെന്ന് പറയും. അച്ഛാ പ്ലീസ്, ഞാൻ അച്ഛൻ്റെ കാല് പിടിക്കാം. ഒരു കാരണവശാലും അമ്മ ഇവരെ അറിയരുത്. അമ്മ അറിഞ്ഞാൽ അമ്മ തകർന്നു പോകും എന്ന് പറയും. ഇപ്പോഴും നിനക്ക് നിൻ്റെ അമ്മയോടാണ് സ്നേഹമില്ലേ?
അതുകൊണ്ടല്ല ഒരു കുടുംബം തകർന്നു പോകുന്നതല്ലേ. അല്ലെങ്കിൽ തന്നെ ഈ കുടുംബത്തിന് എന്താ മോളെ ഒരു ഒത്തുറപ്പും കെട്ടുറപ്പും. നീ വന്നതിന് ശേഷം മാത്രമാണ് ഇതൊരു കുടുംബമായി മാറിയത്. എനിക്കെൻ്റെ മക്കളെ തിരിച്ച് കിട്ടിയത്. പക്ഷേ ഇപ്പോൾ അച്ഛൻ്റെ മക്കൾ അച്ഛൻ്റെ കൂടെ എല്ലാത്തിനും ഉണ്ട്. പക്ഷേ അവിടെ മേഡം ഒറ്റയ്ക്കാണ്. ആ മേഡത്തിനും ഒരു സപ്പോർട്ട് വേണ്ടായോ വെച്ചാൽ. അതുകൊണ്ട് ഞാൻ പോന്നു. മേഡത്തിൻ്റെ കുടുംബമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കട്ടെ എന്ന് പറഞ്ഞു. ബാലേന്ദ്രൻ പറഞ്ഞു ശരി, നിൻ്റെ ഇഷ്ടം പോലെ ആവട്ടെ എന്ന് പറഞ്ഞ് ബാലേന്ദ്രൻ അങ്ങ് നിൽക്കുകയാണ്. അതിനുശേഷം അലീന ഇറങ്ങി റൂമിൽ നിന്ന് പുറത്ത് വരുന്ന സമയത്ത് കൃഷ്ണമോൾ അവിടെ നിൽക്കും. ഉടനെ പറയും, എന്താ ചേച്ചി അച്ഛൻ എന്ത് പറഞ്ഞു? അച്ഛന് ഞാൻ പോകുന്നതിൻ്റെ ചെറിയ വിഷമം ഉണ്ടെന്ന് പറയും. അച്ഛന് മാത്രമല്ല ബബിതേച്ചിക്കും എല്ലാം ഉണ്ട്. ബബിതേച്ചിയും രോഹിയേട്ടനൊക്കെ നല്ല വിഷമത്തിലാണെന്ന് പറയും. പോണം മോളെ, ഞാൻ പോയില്ലെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അതൊരു സങ്കടമായിട്ട് മാറുമെന്ന് പറയും. ഞാൻ ചെന്ന് അമ്മയോട് പറഞ്ഞാലോ, അലീന ചേച്ചി അമ്മയുടെ സ്വന്തം മകളാണ്, ഇത്രയും നാളും ആക്ഷേപിക്കുകയും കുറ്റം പറയുകയൊക്കെ ചെയ്ത് സ്വന്തം മകളാണെന്ന് അമ്മ അറിയട്ടെ എന്ന് പറയും. മോളെ നീ എന്തൊക്കെയാണ് കൃഷ്ണ ഈ പറയുന്നത്? അങ്ങനെ ഒരു കാര്യം മേഡം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മേഡം ജീവിച്ചിരിക്കുന്നുണ്ട്. ഈ ഒരു കുടുംബം തകർന്നു പോകും മോളെ. ഞാൻ അതൊരിക്കലും അവസരം ഉണ്ടാക്കത്തില്ല. എല്ലാം അറിഞ്ഞിട്ട് പോലും അച്ഛൻ ഈ കുടുംബം തകരാതിരിക്കുക. ഇനി ഈ വിവരം നീയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഒരുപക്ഷെ മേഡം അതിജീവിക്കത്തില്ല. പിന്നെ ഒരിക്കലും അച്ഛനെ മുഖത്തോട് നോക്കാൻ അമ്മയ്ക്ക് കഴിയത്തില്ലെന്നൊക്കെ പറയും. എത്ര കാലമെന്ന് പറഞ്ഞ് ചേച്ചി ഇതൊക്കെ ഇങ്ങനെ മനസ്സിൽ ഒതുക്കി പിടിക്കി വെച്ചേക്കുന്നതൊക്കെ കൃഷ്ണ അലീനയോട് പറയും. ഞാനിവിടുന്ന് പോയാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ മോളെ. ഇതൊക്കെ നിങ്ങളെല്ലാവരും സന്തോഷമായിട്ട് ഇരുന്നാൽ മതി, ചേച്ചിക്ക് അത്രയും മാത്രം കണ്ടാൽ മതി എന്നൊക്കെ പറയും. ഇത് കൃഷ്ണയ്ക്ക് നല്ല സങ്കടമുണ്ട് അലീന പോകുന്ന വിവരം അറിയുമ്പോഴത്തേക്ക്. അത് കഴിഞ്ഞ് ബാലേന്ദ്രൻ്റെ റൂമിൽ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. അലീന പോകാനായിട്ട് തയ്യാറെടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നാളത്തെ എപ്പിസോഡ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി കഥയുമായി നാളെ കാണാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.